കഴിഞ്ഞ 2-3 ദിവസമായി US ഹൂത്തികൾക്കെതിരായ ആക്രമണം ആരംഭിച്ചു. ഇപ്പോ അത് ഉയർന്ന തലത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇറാഖ് അധിനിവേശത്തിന് ശേഷം അമേരിക്ക ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു മിസൈൽ US സ്ട്രൈക്കിൽ ഹൂത്തികൾക്കെതിരെ അവർ ഉപയോഗിച്ചു. ലോകത്തിലെ തന്നെ മാരകമായ ആയുധം GBU-57 സീരീസിലുള്ള MOP ബോംബ് ഹൂത്തികളുടെ ലക്ഷ്യങ്ങളിൽ 4 ഇരട്ടിയിലധികം വെടിയുതിർക്കുകയും വലിയൊരു നാശം വിതയ്ക്കുകയും ചെയ്തു. ഇവയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. GBU സീരീസിലുള്ള ബോംബ്സിനെ കുറിച്ച് പരിശോധിച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ എർത്ത് പെനട്രേറ്റിംഗ് ബങ്കർ ബസ്റ്റിംഗ് ബോംബ്സ് ആണിവ. കൂടാതെ ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ ബങ്കർ ബസ്റ്റിംഗ് ബോംബുകളാണ് ഇവയെന്നും പറയാം. സാങ്കേതികമായി ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക വീഡിയോ ആയി തന്നെ ചെയ്യാം. അത്രത്തോളം കണ്ടന്റ് ഇതിലുണ്ട്. എന്നാൽ വളരെ ലളിതമായി ഞാൻ ഇതിൽ വിശദീകരിക്കാം. GBU സീരീസിലെ ഹെവി ബോംബുകൾ ഈ ബങ്കർ തകർക്കുന്ന ബോംബുകളാണ്. ഇവയെ GBU-57 MOP മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റിംഗ് ബോംബ്സ് എന്ന് പറയും. മുൻകാലങ്ങളിൽ നേരിട്ട പരാജയങ്ങളിലൂടെയും മുൻകാലങ്ങളിൽ അവർ പഠിച്ച പാഠങ്ങളിലൂടെയും അമേരിക്കയാണ് ഈ ബോംബുകൾ നിർമ്മിച്ചത്. ഈ ബോംബുകളുടെ ചരിത്രം പരിശോധിച്ചാൽ 2000-ൽ അമേരിക്ക ഇറാഖ് ആക്രമിച്ചു. എന്നാൽ ഇറാഖ് അധിനിവേശത്തിന്റെ ആദ്യ കുറച്ചു വർഷങ്ങളിൽ കൃത്യം 2 വർഷത്തിനു ശേഷം ഈ അധിനിവേശത്തിന്റെ അനന്തരഫലങ്ങൾ അമേരിക്ക അനുഭവിച്ചു. കാരണം ഇറാഖിന് എതിരായ ആക്രമണങ്ങൾ പല ഘട്ടങ്ങളിലായി ചെയ്തു. ഒരു തിരമാലകൾ പോലെ ഉയർന്നുകൊണ്ടേയിരുന്നു. ഇറാഖിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് ബോംബറുകളും അയച്ച് ആ പ്രദേശത്ത് ഒരു വലിയ നാശം വിതച്ചു. അവരുടെ ആദ്യ ആക്രമണത്തിൽ ടോമോസ് ക്രൂയിസ് മിസൈൽസ് ഉപയോഗിച്ചു. കൂടാതെ അവരുടെ ALC എന്നറിയപ്പെടുന്ന എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽസിനെ സ്റ്റാൻഡ് ഓഫ് റേഞ്ചിൽ നിന്നുകൊണ്ട് തന്നെ ഇറാഖിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ ന്യൂട്രലൈസ് ചെയ്യാനായി അയച്ചു. തുടർന്ന് ഇറാഖിലെ 3 വ്യോമ പ്രതിരോധ സംവിധാന ശൃംഖലകളിൽ 2 നശിപ്പിക്കപ്പെട്ടു. ശേഷിക്കുന്ന റഡാർ ശൃംഖലകളെ നിർവീര്യമാക്കുന്നതിനായി ബോംബറുകളിൽ നിന്നും നിലത്തെ ലോഞ്ചറുകളിൽ നിന്നും അവരുടെ വ്യോമാധിഷ്ഠിത ലോഞ്ചറുകളിൽ നിന്നും വിക്ഷേപിച്ച മിസൈലുകൾ ഇറാഖിന്റെ റഡാർ ശൃംഖലകളെ പൂർണ്ണമായും നിർവീര്യമാക്കി. ഇതിനുശേഷമാണ് US ബോംബർമാർ ഇറാഖിൽ പ്രവേശിച്ച് അവരുടെ ജോലി ചെയ്യാൻ തുടങ്ങിയത്. GBU-30 സീരീസിലെ ബോംബുകൾ കാരണം ഇറാഖിനെതിരെ പ്രതീക്ഷിച്ച ഫലം നൽകാൻ US-ന് സാധിച്ചില്ല. അങ്ങനെ ഇതിലൂടെ ലഭിച്ച ഡാറ്റ ഉപയോഗിച്ച് ഏറ്റവും ഭാരമേറിയ ഒരു ബോംബ് അങ്ങനെ നിർമ്മിച്ചതാണ് GBU-57 MOP ബങ്കർ ബസ്റ്റിംഗ് ബോംബ്സ്. ഇത് അമേരിക്ക സൃഷ്ടിച്ചത് മാത്രം അല്ല, അവരുടെ പക്കൽ സ്റ്റോക്കിൽ തന്നെ 200 മുതൽ 300 വരെ നിലവിലുള്ള വ്യോമസേനയിലുണ്ട്. പ്രത്യേകിച്ച് B-2 സ്പിരിറ്റ് ബോംബറുകളുടെ ശൃംഖലയിൽ മാത്രമുണ്ട്. ഈ ബോംബർ വിമാനങ്ങളിൽ നിന്നും മാത്രമേ ഈ മിസൈലുകളെ വിക്ഷേപിക്കാൻ സാധിക്കൂ. മാത്രവുമല്ല മറ്റ് ചിലതരം ബോംബറുകളിൽ നിന്നും, അതായത് അമേരിക്കയുടെ നെക്സ്റ്റ് ജനറേഷൻ ബോംബറുകളിൽ നിന്നും ഇതിന് അയക്കാൻ സാധിക്കും. ഇതിന് പ്രധാനപ്പെട്ട കാരണം അതിന്റെ ഹെവി വെയിറ്റ് ആണ്. ഓരോ ബോംബിനും 13,600 കിലോഗ്രാം വരെ ഭാരമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 14,000 കിലോഗ്രാം ഭാരമുണ്ടാകും. വളരെ ഭാരമുള്ളതിനാൽ മറ്റു തരത്തിലുള്ള ബോംബുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കനത്ത നാശത്തിന് കാരണമാകും. വ്യക്തമായി പറഞ്ഞാൽ ഇറാന് 150 മുതൽ 200 അടി വരെ താഴെ ഭൂമിക്കടിയിൽ ഒരു ബങ്കർ ഉണ്ടെങ്കിൽ ഈ ഒരു ബോംബിന് അതിലൂടെ തുളച്ചു കയറാനും നാശം വിതയ്ക്കാനും സാധിക്കും. ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് മാത്രമേ ലോഞ്ച് ചെയ്യാൻ സാധിക്കൂ. കാരണം ഇതിന് എക്സ്ട്രാ ത്രസ്റ്റേഴ്സ് ഒന്നും ഇല്ല. ഇതിന്റെ പുറകിൽ റോക്കറ്റ് എഞ്ചിൻസ് ഒന്നും ഇല്ല. അതിനാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവും അത് വിക്ഷേപിക്കുന്ന ആ ഒരു ഉയരവും ഇതെല്ലാം വച്ച് അത് ഭൂമിയിലേക്ക് വരും. ഇങ്ങനെ വരുന്ന മിസൈൽസിന് ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഉണ്ടാകും. അതുപോലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനായ GPS ഉണ്ടാകും. ഇത് സാധാരണ GPS അല്ല, ഇത് മിലിറ്ററി ഗ്രേഡ് GPS കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ഇങ്ങനെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതിവേഗത്തിൽ ഇതിന്റെ എക്സ്റ്റേണൽ ടെയിൽ വിങ്സ് ഉപയോഗിച്ച് ആ ഫ്ലിപ്പേഴ്സ് ഉപയോഗിച്ച് താഴേക്ക് വരും. അങ്ങനെ നമ്മുടെ തലയ്ക്ക് മുകളിൽ വന്ന് വീഴുന്നത് പോലെ നേരിട്ട് അതിന്റെ ലക്ഷ്യത്തിൽ തന്നെ പതിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിന്റെ നോസ് ഭാഗം ഹെവി ടൈറ്റാനിയം അലോയ് വെച്ചായിരിക്കും നിർമ്മിച്ചിരിക്കുക. അപ്പോ എത്ര വേഗത്തിൽ എത്ര ഗതികോർജം ഉപയോഗിച്ച് റോക്കറ്റ് പൊട്ടിത്തെറിച്ചാലും അത് റോക്കറ്റിനുള്ളിലെ വാർഹെഡിനെ ബാധിക്കുകയില്ല. കാരണം വാർഹെഡ് മാത്രം റോക്കറ്റിന്റെ 30% വരും. കൃത്യമായി പറഞ്ഞാൽ TNT അലുമിനിയം അലോയും അമിതമായ അനുപാതത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. TNTയും അലുമിനിയം അലോയും ഒരു വലിയ സ്ഫോടനത്തിന് കാരണമാകും.
റോക്കറ്റ് പൊട്ടിത്തെറിക്കും. ഒറ്റ സ്ഫോടന സംവിധാനത്തിലൂടെ മാത്രമേ അത് സാധിക്കൂ. അങ്ങനെ റോക്കറ്റ് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ 2 ഫ്യൂസുകൾ ഉണ്ടാകും. ഒന്നിനെ ജി ഫ്യൂസ് എന്നും മറ്റൊന്നിനെ ടൈം ഫ്യൂസ് എന്നും വിളിക്കുന്നു. ജി ഫ്യൂസ് എന്നാൽ ഒരു ഹെവി ഷോക്ക് വേവ്സ് അവിടെ ഉണ്ടാകും. ഈ ഹെവി ഷോക്ക് വേവ്സ് ഉണ്ടാകുമ്പോൾ അതൊരു കാൽക്കുലേഷൻ സ്വയമേ ഉണ്ടാക്കും. നമ്മൾ ഇനിഷ്യൽ സ്റ്റേജ് റെസ്റ്റിലേക്ക് വന്നു. ഇനി നമ്മളെ കൊണ്ട് എത്രത്തോളം പെനട്രേഷൻ ചെയ്യാൻ കഴിയും എന്നുള്ളത് കണക്ക് കൂട്ടുകയും ഒരല്പ സമയം കഴിഞ്ഞ്, അതായത് ഈ ഷോക്ക് വേവ്സ് എല്ലാം മാറിയതിനു ശേഷം പൊട്ടിത്തെറിക്കും. ഇതാണ് ഈ ആദ്യത്തെ ഫ്യൂസ്. രണ്ടാമത് ടൈം ഫ്യൂസ് ആണ്. ജി ഫ്യൂസ് പരാജയപ്പെടുകയോ അല്ലെങ്കിൽ അൽഗോരിതം ശരിയായി കണക്കാക്കാതിരിക്കുകയോ ചെയ്താൽ ഈ ടൈം ഫ്യൂസ് ഏകദേശം ഒരു ടൈം ബോംബ് പോലെ പ്രവർത്തിക്കും. കുറച്ചു സമയത്തിന് ശേഷം അത് പൊട്ടിത്തെറിക്കും. ഇതിന് 2 തരം മിസൈൽസ് ഉണ്ട്. ഇതെല്ലാം സിംഗിൾ എക്സ്പ്ലോഷൻ മെക്കാനിസം ആണ്. ഡ്യുവൽ എക്സ്പ്ലോഷൻ മെക്കാനിസം എങ്ങനെ വർക്കാകും എന്ന് ചോദിച്ചാൽ, ഇത് റഷ്യയുടെ ചില ബങ്കർ ബസ്റ്റിംഗ് ബോംബ്സിലുണ്ട്, അമേരിക്കയുടെ ചില മിസൈൽസിലും ഉണ്ട്. ഇത് പ്രവർത്തിക്കുന്നത് ആദ്യം ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് എക്സ്പ്ലോഷൻ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ ലഭിക്കുന്ന പാത്ത് ഉപയോഗിച്ച് അകത്തുള്ള ആ ചാർജ് വീണ്ടും പെനട്രേറ്റ് ചെയ്ത് അകത്തേക്ക് പോകും. പക്ഷേ ഈ ഒരു കാറ്റഗറിയിൽ ഇത് സിംഗിൾ എക്സ്പ്ലോഷൻ മാത്രമേ ഉണ്ടാക്കൂ. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു സ്ഫോടനം 200 അടി താഴെയാണ് സംഭവിക്കുന്നത്. ശരാശരി ആഴം 200 അടിയാണ്. 200 അടി താഴ്ചയിലേക്ക് പോയി ഏകദേശം 2.5 ടൺ ഭാരമുള്ള ഒരു ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാ അലുമിനിയം ലോഹസങ്കരവും ഉരുകി പൊട്ടിത്തെറിക്കും. ഇത് ഒരു വലിയ ഗർത്തം തന്നെ അവിടെ സൃഷ്ടിക്കും. ഇങ്ങനെ ഒരു വലിയ സ്ഫോടനം അവിടെ സംഭവിക്കുമ്പോൾ മുകളിലുള്ള ഉപഗ്രഹങ്ങൾ വഴി നോക്കിയാൽ മണ്ണിനടിയിൽ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായാൽ എങ്ങനെയുള്ള ഒരു ഗർത്തമാണോ ഉണ്ടാകുന്നത്, സമാനമായ രീതിയിൽ തന്നെ കാണാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരാം. ഹൂത്തികളെ ആക്രമിക്കുന്നത് ശരിയാണ്. ഇറാന്റെ ചില ഈ സെഫോറം സൈറ്റ്സ് ഒക്കെ 200 അടിയിലധികം ഉണ്ട്, മണ്ണിനടിയിലാണ്. അതിനെ എങ്ങനെ ഇവയെ കൊണ്ട് നശിപ്പിക്കാൻ കഴിയും എന്ന് ചോദിക്കാം. ഇവിടെ സിംഗിൾ സ്ട്രൈക്കിന് തന്നെ ഇത്രത്തോളം നാശം ഉണ്ടാകും എന്നുണ്ടെങ്കിൽ അത് അത്ര പെട്ടെന്ന് എയർ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിന്റെ RCS ഒരു തരത്തിൽ മാച്ച് ആകുന്നത് പോലെ തോന്നിയാലും ഇതിനെ കൊണ്ട് മെനുവർ ചെയ്യാൻ സാധിക്കും. ടെയിൽ ഫ്ലിപ്പേഴ്സ് ക്രമീകരിച്ച് ഇതിനെ കൊണ്ട് 60 ഡിഗ്രി വരെയും തിരിയാൻ കഴിയും. ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു മിസൈലിനെ പിടിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമായി മാറും. കാരണം ബാലിസ്റ്റിക് മിസൈലുകൾ തടയാൻ എളുപ്പമാണ്. ഇതുപോലെ മെനുവർ ചെയ്യുന്ന ടാർഗറ്റ്സിനെ ഇന്റർസെപ്റ്റ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. അപ്പോ ഇറാൻ ഭയപ്പെടുന്ന ഒരു ആയുധമായി ഇത് മാറുകയാണ്. ഇപ്പൊ ഹൂത്തികളുടെ പൊസിഷൻസിനെ ഇവർ എങ്ങനെ ആക്രമിച്ചു എന്നറിയണ്ടേ? സാന്റിയാഗോയിലെ ബേസിസിൽ നിന്നും 3 വിമാനങ്ങൾ ഉപയോഗിച്ച് 6 മിസൈൽസ് അയച്ചു. ഒരു ബോംബർ വിമാനത്തിൽ 2 ബോംബിലധികം കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അതിന്റെ ഭാരക്കൂടുതലാണ്. അത്തരം സാഹചര്യത്തിൽ അമേരിക്ക 6 ബോംബുകളെ 3 വിമാനങ്ങളിലായി അയച്ചു. ഇത് എത്ര വലിയ നാശം ഉണ്ടാക്കിയെന്നുള്ളതിന്റെ യാതൊരു വാർത്തയും പുറത്തുവിട്ടില്ല. കാരണം ഹൂത്തീസ് നെറ്റ്വർക്ക് കഴിഞ്ഞ 2 ദിവസമായി അവരുടെ സൈറ്റിൽ നിന്നും ശരിയായ ന്യൂസ് ഒന്നും നൽകിയിട്ടില്ല. മറുവശത്ത് അമേരിക്കയും ഈ ബോംബ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവ രണ്ടും ഒരുമിച്ച് നോക്കിയാൽ ഒരു വലിയ നാശം ഹൂത്തികളുടെ ബങ്കേഴ്സിനുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ഭാഗത്ത് ജർമ്മനി ഇപ്പോൾ റഷ്യയ്ക്ക് എതിരെ ടോറസ് മിസൈൽസ് ഉക്രൈൻ നൽകാൻ അനുമതിയും നൽകിയിട്ടുണ്ട്. ഈ ടോറസ് മിസൈലിനെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഉക്രൈൻ യുദ്ധത്തെ മാറ്റാൻ കഴിയുന്ന പ്രാപ്തി ഇതിന് ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ഇതുവരെയും അമേരിക്ക നൽകിയതിൽ എക്സ്റ്റൻഡഡ് റേഞ്ച് ഉള്ളത് ATACMS ആണ്. 150 മൈൽ കഴിഞ്ഞ് ആക്രമിക്കാൻ കഴിവുള്ള ഒരു ആയുധം. എന്നാൽ ടോറസിന്റെ എക്സ്റ്റൻഡഡ് റേഞ്ച് എത്രയെന്നറിയണ്ടേ? 500 കിലോമീറ്ററിലും അധികമാണ്. ഇതിനെ കൊണ്ട് ഉക്രൈന്റെ ഫൈറ്റർ ജെറ്റ്സ് ഉക്രൈന്റെ സെൻട്രൽ പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ നടക്കുന്ന ഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വ്യക്തമായി തന്നെ അറിഞ്ഞതാണ്. ഒരു ഭാഗത്ത് അമേരിക്കയുടെ ഗ്രേറ്റസ്റ്റ് വെപ്പൺ ബങ്കർ ബസ്റ്റിംഗ് കാറ്റഗറിയിലുള്ള ഗ്രേറ്റസ്റ്റ് വെപ്പൺ ഹൂത്തികൾക്കെതിരെ ഉപയോഗിക്കുന്നു. മറുവശത്ത് ജർമ്മനി വീണ്ടും അവരുടെ മിലിറ്ററി പവർ റീഗെയിൻ ചെയ്യുന്നത് പോലെ യൂറോപ്പിൽ അവരുടെ മിലിറ്ററി ഇൻഫ്ലുവൻസ് അധികമാക്കാനായി ഏത് സർക്കാരും അനുവാദം നൽകാത്ത ഒരു ആയുധം ഉക്രൈൻ നൽകാൻ തയ്യാറാവുകയാണ്. അപ്പോ കാര്യങ്ങളെല്ലാം ചൂടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇതോടുകൂടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇത് അടുത്ത ഘട്ട എസ്കലേഷൻ ആകുമ്പോൾ റഷ്യയുടെ റിവെഞ്ച് അല്ലെങ്കിൽ റഷ്യയുടെ പ്രതികാര ആക്രമണം ഈ ലോകം കാണേണ്ട ഒരു അവസ്ഥയുണ്ടാകും. പ്രധാനമായും യൂറോപ്യൻ ഭൂഖണ്ഡം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.